വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു സിസ്റ്റം തെറ്റാത്ത രീതിയിൽ തന്നെ കൃത്യമായിട്ട് മൈക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വീഡിയോ ഓഫ് ആക്കാനും ഓൺ ആക്കാനും അല്ലെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു വരണല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഹാർദവമായി വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഞാൻ മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങളുടെ ഈ ഒരാഴ്ചത്തെ റിവ്യൂസ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, മൈക്ക് ഓപ്പൺ ആക്കാൻ പറ്റും തോന്നുന്നു. ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? പ്ലീസ്. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ് സർ. കേൾക്കാം. കേൾക്കാമോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു സർ. എന്തായാലും ഓക്സിജൻ ഇന്റർനാഷണലിലെ വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ കുറച്ച് നാളായിട്ട് കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഷുഗർ ഉണ്ടായിരുന്നു, കൊളസ്ട്രോള്, പിന്നെ എനിക്കൊരു അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് അതെല്ലാം ക്ലിയർ ആയി. അതുപോലെ വലിയ ക്ഷീണങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏകദേശം 2-3 മാസത്തോളമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂട്രിവിറ്റ, ഡി-മിക്സ്, സൗണ്ട് ഫ്ലോ, പിന്നെ കരിഞ്ജീരകം, അതുപോലെ തന്നെ മറ്റേ ഇതുണ്ടായിരുന്നു, ഇത്രയും പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം കഴിയാറായിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ല മാറ്റം, നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, എറണാകുളത്ത് സാറാണ് എനിക്ക് മറ്റേ സ്റ്റാർ റാങ്ക് ഇപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സാറെ. കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും നേരത്തെ ഓൺലൈനിൽ കണ്ടിട്ടായിരുന്നു, ഇപ്പോൾ നേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് പല ടീം കഴിഞ്ഞപ്പോൾ സ്റ്റാർ റാങ്കിൽ നിന്ന് മാറിയിട്ട് അടുത്ത റാങ്ക്, റൈസർ റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടീമിൽ എല്ലാവരും ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. അതേപോലെ എല്ലാവരും പ്രോഗ്രാമിൽ കയറാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് കുറേ പേര്. എന്തായാലും അടുത്ത് തന്നെ ഞാൻ റൈസർ റാങ്കിലെത്തും. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒരുപാട് ലീഡർമാരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അതിനെ റാങ്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഓക്സിജൻ ഇന്റർനാഷണൽ എന്നൊരു നല്ല വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണെന്നതിന് ആശാസാദനും ടീമിലെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു പ്രസാദ് സാർ. ഒരുപാട് സന്തോഷം അല്ലെ. നമ്മൾ ഈ ഒരു കമ്മിറ്റ്മെന്റ് ഓൾറെഡി എത്രയും പെട്ടെന്ന് തന്നെ സാറ് അടുത്ത ഒരു റൈസറും റൈഡറും അല്ലെ, കമ്പനിയുടെ ഫാസ്റ്റസ്റ്റ് റാങ്കിലേക്ക് കടന്നു വരിക. അതിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം എല്ലാ ദിവസങ്ങളിലും വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഗ്രേറ്റ്. താങ്ക് യു സർ, താങ്ക് യു. നിങ്ങളുടെ ആരോഗ്യം ഇനിയും സുന്ദരനായി വരട്ടെ, പ്രായം കുറയട്ടെ അല്ലെ. നമ്മൾ ഒരുപാട് ലക്ഷങ്ങളും കോടികളും നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കാട്ടിലും എത്ര വില കൊടുത്താലും മേടിക്കാൻ പറ്റില്ല അതൊരു സാധനമാണ് ആരോഗ്യം. അതും കൂടി നിങ്ങളുടെ കൈകളിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അല്ലെ. അപ്പോ താങ്ക് യു സോ മച്ച് സാർ. നെക്സ്റ്റ് പ്ലീസ്. യാത്രയിലാണ്, യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ. അപ്പോ രാവിലെ തന്നെ ഇറങ്ങണം. അപ്പോ അതുകൊണ്ടാണ്. അപ്പോ എന്തായാലും പ്രസാദ് സാറ് പറഞ്ഞു, സംസാരിച്ചു. എന്തായാലും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള അസോസിയേറ്റ് ആണ്. അപ്പോ പ്രസാദ് സാറ് നല്ല പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടുള്ള കാര്യത്തിൽ അറിഞ്ഞു. അതുപോലെ തന്നെ ഞാനും പ്രോഡക്റ്റുകളിൽ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എന്റെ ഫാമിലിയിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എന്റെ മോൾ ആദ്യം ഉപയോഗിച്ചത് ഈ ടൂണാണ്. അദ്ദേഹത്തിന് സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ ഉണ്ടായിരുന്നു പീരീഡ് ടൈമിലൊക്കെ. അത് വളരെ നല്ല ഫോർവേഡായി. ഇപ്പൊ വളരെ നന്നായിട്ടുള്ള ഭേദം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫിന് ന്യൂട്രിവിറ്റ കൊടുക്കുന്നുണ്ട്. ഞാൻ ലിവാപിൽസും യൂക്കോമിക്സും ആണ് കഴിക്കുന്നത്. അപ്പൊ യൂക്കോമിക്സ് ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണ് ഞാനിപ്പോ 3 ബോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 3ാമത്തെ ബോട്ടിൽ കഴിയുമ്പോഴേക്കും, 2ാമത്തെ ബോട്ടിൽ കഴിയുമ്പോഴേക്കും തന്നെ എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചെറിയ തോതിലുള്ള ഈ തരി പോലെ ആയിട്ട് സ്റ്റോൺ പുറത്തു വരുമായിരുന്നു. ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റോൺ ആയിട്ട് പുറത്തു വരുമായിരുന്നു. അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ഒരു സാധ്യത എന്താണെന്ന് വളരെ നന്നായിട്ട് പേഴ്സണലായിട്ട് എനിക്ക് മനസ്സിലാക്കിയ ഒരാളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ കഴിക്കുമ്പോൾ, ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം. പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ക്ലിയർ ആയി നമ്മൾ കഴിക്കണം. അതിന്റെ റിസൾട്ട് വരാനായിട്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം.
നമ്മൾ എന്തും വെറുതെ കിട്ടുകയില്ല, വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലല്ലോ. വെറും ഒരു 1000 രൂപയ്ക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അല്ല. റിസൾട്ട് നിങ്ങൾക്ക് വൺസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു ഈ സ്റ്റോണിന്റെ. ഇപ്പോ എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. മറ്റത് ഉറങ്ങാൻ തന്നെ പേടിയാണ്, രാത്രിക്കാണ് ഇത് പെയിന് വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ വളരെ എക്സൈറ്റഡ് ആണ്. ഇതേ ഒരു മനോഭാവത്തിൽ തന്നെ ഞാൻ മറ്റുള്ള ആൾക്കാർക്കും അത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരിന് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും വിളിക്കും, നിങ്ങൾ പ്രോപ്പറായി കഴിക്കുന്നില്ലേ, വളരെ ക്ലിയർ ആയിട്ട് അത് കഴിക്കണം, നിങ്ങൾ അതിനകത്ത് വെറുതെ ഈ തമാശ രൂപത്തിൽ അതിന് കൈകാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൊടുത്ത വേറൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ടൂണും മാസ്റ്റർ ടീയാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് 7 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. ഇപ്പോ അവരുടെ അടുത്തുനിന്ന് ഞാൻ ഈ അടുത്ത് ഒരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോളോ അപ്പ് ചെയ്യും. അപ്പൊ ഫോളോ അപ്പ് ചെയ്യും. അടുത്ത ഒരു 2 മാസത്തിന് ശേഷം ഞാൻ ഫോളോ അപ്പ് ചെയ്തപ്പോ അവരുടെ സ്വകാര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതൊരു അബോർട്ടഡ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അത് പറയുന്നത് അതൊരു നല്ല ശകനമാണ്, അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇത്രയും കാലം അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നടക്കണമെന്നുള്ളതല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വളരെ നന്നായിട്ട് അവർ 2ാം പ്രാവശ്യം എൻ്റെ അടുത്ത് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പ്രോഡക്റ്റുകൾ വളരെ ഗംഭീരമാണ് സാർ. മാത്രമല്ല ലോകത്തിൽ ന്യൂട്രാസ്യൂട്ടിക്കലാണ് അടുത്ത ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ജനതനെ വാർത്തെടുക്കാൻ നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കലാണ് ഇനി ഏറ്റവും കൂടുതൽ. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് പല ഇതിന്റെയും സൈഡ് എഫക്റ്റുകൾ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടാനും വരെ കിട്ടും. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റിനെ നമുക്ക് ഒരു കാലത്തും നഷ്ടപ്പെടില്ല. കാരണം അത് ലെഫ്റ്റും റൈറ്റും വെച്ചിട്ട് കാശുണ്ടാക്കൽ മാത്രമല്ല, 2 കാര്യങ്ങളാണ് ഇതിന്റെ പില്ലർ ഞാൻ കാണുന്നത്. ശക്തമായിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ പിൻബലം, അത് ഓക്സാ ന്യൂട്രാസ്യൂട്ടിക്കൽ. 2ാമത്തത് ഒന്ന് പ്രോജക്റ്റ്, എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു കമ്മ്യൂണിറ്റി. ഇത് 2ഉം കൊണ്ട് നിലനിൽക്കുന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് സാർ. ആ ഉറച്ച വിശ്വാസത്തിൽ ഞാൻ യാത്രയിലാണ് ഇപ്പോ. എന്തായാലും ഉയരങ്ങൾ തന്നെ താണ്ടും, തർക്കമൊന്നുമില്ല. താങ്ക് യു സാർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ടി സാർ. താങ്ക് യു സുരേഷ് സാർ. ഗ്രേറ്റ്. സാറിന്റെ ആ ഒരു സ്പീച്ച് തന്നെ A to Z എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡിങ് ആണ്. ഓൾറെഡി നമ്മുടെ വിജയം അത് തന്നെയാണ്. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ അടുത്ത് ഇന്ന് വേൾഡിലെ ഇത്രയും അതിമനോഹരമായിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനി എന്നുള്ള ആ ഒരു നമുക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു പോസിറ്റീവ്, അല്ലെ? അപ്പൊ അതിന്റെ റിസൾട്ടുകൾ ഭയങ്കരമാണ്. അപ്പോ അത് മാക്സിമം ഉള്ള സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെയാണ്. എപ്പോഴും ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ വെൽനസ് പ്രൊഡക്റ്റുകൾ എന്ന് പറയണത് ഒരു വലിയ പൈസ ഉള്ള ആൾക്കാർക്കും ഒരു സിനിമ ആക്ടറുകളും അങ്ങനെയുള്ള വലിയ റേഞ്ചിൽ ഇരിക്കുന്നവരും മാത്രം യൂസ് ചെയ്യണ ഒരു സാധനമാണെന്നുള്ള ഒരുപാട് ചിന്താഗതിയിൽ തെറ്റിദ്ധാരണയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു സാധാരണ വ്യക്തികൾക്ക് ഇത് കഴിക്കാൻ പറ്റും, ഇത് കഴിച്ചാൽ ഇതുപോലെ ഒരിക്കലും നമ്മളെ സ്വപ്നത്തിൽ പോലും കാണാതെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ആ ഒരു മാറ്റം നമ്മുടെ ഈ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ ഒരുപാട് വ്യക്തികൾക്ക് ഉള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോ ഒരിക്കൽ കൂടി താങ്ക് യു സുരേഷ് സാർ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. യെസ് മാം. ഞാൻ ഓക്സിയുടെ പ്രൊഡക്റ്റുകൾ കഴിക്കുന്നതാണ്. DMX കഴിക്കുന്നുണ്ട്, സൗണ്ടഡ് ഫ്ലോ ഉപയോഗിക്കുന്നുണ്ട്, ഓർത്തോ ക്യാപ്പ്, കരിഞ്ജീരകം. എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് കഴിക്കണോണ്ട്. കുർക്കുമ ലോങ്ക ഇത്രയും ഞാൻ കഴിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഹീമോപ്ലസും കഴിക്കുന്നുണ്ട്. ഞാനിപ്പോ വർക്ക് ചെയ്ത് റൈസർ റാങ്കിലായി. ഇനി അടുത്ത എന്റെ ലക്ഷ്യം റൈഡറാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ദേവികയുണ്ടോ? താങ്ക് യു ദേവിക മാം. ദേവിക മാം, താങ്ക് യു. നിങ്ങൾ നമ്മുടെ എന്താണ് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ, അത് വളരെ ഒരു പോസിറ്റീവാണ്. നിങ്ങളെ കാണുമ്പോഴാണ് ഞങ്ങളൊക്കെ എനർജി കൂടണത്. എന്തായാലും ഒരുപാട് സന്തോഷം. മാഡം പറഞ്ഞതുപോലെ തന്നെ എത്ര ഫാസ്റ്റ് ആയിട്ട് തന്നെ റൈഡറും റേഞ്ചറും അല്ലെ ഡയമണ്ട് ഒക്കെ റൈസറാണ്, ഇനി റൈഡർ ആകട്ടെ. റൈസർ ഓൾറെഡി കഴിഞ്ഞല്ലോ. ഇനി നമ്മുടെ ചിന്താഗതിയിൽ അപ്കമ്മിങ് റൈഡർ ആണ് കേട്ടാ. അപ്പൊ എത്രയും പെട്ടെന്ന് ആ റാങ്കിലേക്ക് എത്തുക. നമ്മുടെ ഓക്സി ഷോപ്പിന്റെ ആ ഒരു ഷെയർ 2% മേടിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമായിട്ട് മസ്റ്റായിട്ട് മാറണം. അപ്പോ താങ്ക് യു ദേവികമ്മ. താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്. Good morning, sir.
Good morning, ma'am. ജാസ്മിൻ കൊല്ലം. യെസ്, പറഞ്ഞോളൂ. ഓക്സി വെൽനസ് പ്രോഡക്ട്സിൽ ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഉപയോഗിച്ചത് സൗണ്ടഡ് ഫ്ലോ ആണ്. അപ്പൊ അത് കഴിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ദിവസവും കുടിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ശരീരത്തിന് വളരെ ക്ഷീണത്തിനും മറ്റുള്ളത്. എനിക്ക് വയസ്സ് 61 ഞാനൊരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്ത ഒരാളാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ യൂറിൻ നമുക്ക് പാസ് ചെയ്യുമ്പോൾ പിന്നെ എപ്പോഴും യൂറിൻ പോകുമ്പോൾ പോയി കഴിഞ്ഞാലും വീണ്ടും നമുക്ക് തുടരെ പോകുന്നു. അപ്പൊ അതിന് ഞാൻ യൂക്കോമിക്സ് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഞാൻ പിന്നെ 1-2 പ്രോഡക്റ്റ് കൂടെ അതിന്റെ കൂടെ ഈ ആയുർബ്രഹ്മി വിറ്റയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഒരു കസ്റ്റമറിന് ഞാൻ ഇതുപോലെ സംസാരിച്ച് സോറിയാസിന്റെ അസുഖമുണ്ട്. ഒരു 15 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പണ്ട് കാലങ്ങളിലെല്ലാം ഈ നമ്മുടെ ഇഞ്ചക്ഷനൊക്കെ ശരീരത്തിൽ വെക്കുമ്പോൾ ഈ സൂചി ഒരാൾക്ക് യൂസ് ചെയ്ത സാധനം തന്നെയാണല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇത് ഡിസ്പോസിബിൾ ആയത്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പുള്ളിക്ക് അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. 15 ഇപ്പൊ അയക്ക് ഒരു 38-39 വയസ്സുണ്ട്. അതുവരെ അദ്ദേഹം ഈ ആയുർവേദവും ഹോമിയോയും ഇംഗ്ലീഷ് മരുന്നൊക്കെ മെഡിസിനൊക്കെ യൂസ് ചെയ്തതാണ്. ഇപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇത് പരിചയപ്പെടാനും പുള്ളിയോട് സംസാരിക്കാനും അപ്പം പുള്ളിക്ക് ഞാൻ പിന്നെ ഇത് നമ്മുടെ 2 പ്രോഡക്റ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പിന്നെ എന്താണ് ഒരു ഓയിൻമെന്റ് ആണ്, മറ്റേ നമ്മുടെ പിന്നെ സ്കിൻ ക്യൂർ അതും കൊടുക്കുന്നുണ്ട്. പിന്നെ ഹീമോ പ്ലസും കൊടുത്തു. അപ്പൊ അത് യൂസ് ചെയ്ത ഒരു പിന്നെ വ്രണത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഉണങ്ങി ഒരു തൊലിയെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതായിട്ട് പറഞ്ഞു. പിന്നെ മുഖത്തിനൊക്കെ ഇപ്പൊ വ്യത്യാസമുണ്ട്. അപ്പൊ ഇനിയിപ്പോ പുള്ളി തുടർന്ന് ഒരു 3-4 മാസം അത് കഴിക്കാമെന്നുള്ള ഇതിലാണ്. അപ്പൊ കഴിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായി ഇത് മാറുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ പുള്ളിയുടെ തന്നെ ഒരു സ്പീക്ക് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം കൂടുതലായിട്ട് ഞാനൊക്കെ പുതിയ ആളാണ് ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇനി പഠിച്ചു വരുന്നു. അപ്പൊ ഓരോരോ പ്രോഡക്റ്റുകൾ ഇന്നലെയും ഞാൻ ഒരു മരണ വീട്ടിൽ പോയപ്പോൾ കുറെ പേര് ഷുഗർ പേഷ്യൻസിനെയൊക്കെ കണ്ടു. ഇനി അതോടെ ഒന്നുകൂടെ ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇപ്പം എനിക്ക് ആരോഗ്യപരമായി എനിക്ക് പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയൊന്നും ഉള്ള ആളല്ല. എങ്കിലും നമ്മുടെ ഹെൽത്തി ആയിരിക്കണമല്ലോ. നമ്മൾ ഏജായി വരുന്ന സമയമല്ലേ. പിന്നെ ഇതൊരു എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ഒരു എന്റർടൈൻമെന്റ് കൂടെ ആണ്. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇതിലൊക്കെ മക്കളൊക്കെ അവരൊക്കെ ഓരോ സ്ഥിതിയിൽ വെൽറ്റുഡ് ആയിട്ടുള്ളവരാണ്. അപ്പൊ തനിച്ചായതുകൊണ്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് ഒരു ആരോഗ്യപരമായി നമ്മൾ ഹെൽത്ത് നല്ലതായിട്ടിരുന്നാലല്ലേ നമുക്ക് പിന്നെ യാത്ര ചെയ്യാനും അല്ലെങ്കിൽ തന്നെ നമ്മുടേതായ കാര്യങ്ങളെല്ലാം നോക്കാനും എടുക്കാനും പറ്റുള്ളൂ. മറ്റൊരാളുടെ പരസഹായം ഇല്ലാതെ ജീവിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും ഓക്സിയുടെ ആയാലും ഈ വെൽനസ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും പല രോഗങ്ങൾക്ക് പലതായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള പ്രോഡക്ട്സുകളുണ്ട്. അതെല്ലാം നല്ല പ്രോഡക്ട്സ് ആണ്. ഇതെല്ലാം ആയുർവേദിക്ക് അങ്ങനെയുള്ള ഇതായതുകൊണ്ട് ഇതിന്റെ കണ്ടന്റ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇതെല്ലാം വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതെല്ലാം വാങ്ങിച്ച് യൂസ് ചെയ്തതിന് ശേഷമാണ് മറ്റുള്ളവരടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചെയ്തതും അങ്ങനെയാണ്. അപ്പൊ എനിക്ക് കിട്ടിയ കസ്റ്റമറിൽ ഇപ്പൊ എനിക്കൊരു നല്ല അഭിപ്രായം കിട്ടിയ മനസ്സിനൊരു ധൈര്യം ഇതും വന്നു. അപ്പൊ പിന്നെ നമ്മൾ തുടർന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. ഇപ്പൊ നല്ല രീതിയിൽ നടക്കും. താങ്ക് യു ജാസ്മിനിത, ഗ്രേറ്റ്. എന്താണ് ഈ ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് ഇനിയും ഈ പ്രായം ഒരുപാട് ഇനി ചെറുപ്പമായി കൊണ്ടുവരും എന്നുള്ളത് 100%. നമ്മുടെ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്നത് ആൾക്കാരുടെ ഒരുപാട് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അസുഖം വന്നവർക്ക് മാത്രമുള്ളതാണ് അല്ലെ. അത് കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും നമ്മുടെ ജീവിതത്തിൽ ഒരു അസുഖം പോലും വരാതിരിക്കാൻ യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റുകളാണ് നമ്മൾ എല്ലാവരും കയ്യിലുള്ളത്. എന്തായാലും അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മതി. നമ്മുടെ ആരോഗ്യം സേവ് ആക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലും കൂടി പൈസയാണ്. അതാണ് ഇതിന്റെ മഹത്വമായിട്ടുള്ള ഒരു സംഭവം അല്ലെ. താങ്ക് യു ജാസ്മിനിത. നെക്സ്റ്റ് പ്ലീസ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. പുഷ്പറാണി. യെസ് മാം, പറഞ്ഞോളൂ. சார் நான் நியூட்ராசூட்டிக்கல் ப்ராடக்ட் நான் யூஸ் பண்ணுறேன் சார். நான் ஒரு 10 பேருக்கு இந்த நியூட்ராசூட்டிக்கல் ப்ராடக்ட் கொடுத்துருக்கேன். எல்லாரும் அது வந்து யூஸ் பண்ணிட்டு இருக்காங்க. நல்ல ஒரு ரிசல்ட் கிடைச்சிருக்கு சார். கொடுத்தேன், அவங்க வந்து ரொம்ப நல்ல ரிசல்ட் சொல்லியிருக்காங்க. வீசிங் இருக்கவங்களுக்கு ஒரு ரிவா ப்ளஸ் கொடுத்தேன், அவங்களும் நல்ல ரிசல்ட் சொல்லியிருக்காங்க.
அப்புறம் ஆத்ரோ கேப் அது வந்து வாங்கி கொடுத்தேன் ஒருத்தருக்கு. முட்டி வலி, அவங்க ரொம்ப காலம் முட்டி வலியா இருந்தாங்க. இப்போ அந்த அவங்க சாப்பிட்டு அவங்களுக்கு கொஞ்சம் ரிலீஃப் ஆயிருக்குது. தொடர்ந்து நான் வந்து இந்த பிஸ்னஸ் பத்தி மற்றவங்கள்ட்ட சொல்லிட்டு இருக்கேன். நியூட்ராசூட்டிக்கல் ப்ராடக்ட்டை பற்றியும் நான் வந்து சொல்கிறேன். அப்புறம் வந்து ப்ரீமியம் ப்ரீமியம் பண்ணி எடுத்ததான ப்ராடக்ட் எல்லாமே கொடுத்துட்டேன் நான். எல்லாருக்கும் கொடுத்துருக்கேன். அப்புறம் வர்கீஸ்ன்னு சொல்கிறதான என்னுடைய டீமில் உள்ளதான ஒருத்தர், அவரும் ப்ராடக்ட் எடுத்து எல்லாருக்கும் கொடுத்துருக்காரு. அவருக்கும் வந்து நல்ல ரிசல்ட் கிடச்சிருக்கு. அப்புறம் டிமிக்ஸ்ன்னு சொல்கிறதான ப்ராடக்ட் வந்து சுகர் பேஷண்ட்டுக்கு கொடுத்தேன். நானும் அந்த ப்ராடக்ட் சாப்பிட்டேன். சுகர் வந்து நல்ல நார்மலாக இருக்குது சார். அப்புறம் ஹீமோ ப்ளஸ் வந்து ஒருத்தருக்கு கொடுத்தேன். அவங்களுக்கு வந்து பிளட் கவுண்டிங் வந்து 3ல இருந்துச்சு. இப்போ வந்து அவங்களுக்கு நல்ல இன்க்ரீஸ் ஆகி 8 பாயிண்ட் வந்திருக்குன்னு சொன்னாங்க. அது இந்த மாதிரி நான் ப்ராடக்ட் நல்லா யூஸ் பண்ணுறேன் சார். நானும் யூஸ் பண்ணுறேன், மற்றவங்களுக்கும் கொடுத்துருக்கேன். இன்னும் நான் ப்ரொமோட் பண்ணுறேன் எல்லாருக்கும். அப்புறம் வந்து நம்ம நியூட்ராசூட்டிக்கல் ப்ராடக்ட்னால நல்ல ஒரு பலன் இருக்குது சார். எதிர்காலத்தில் நல்லா இருக்கும்னு நான் விசுவாசிக்கிறேன். அப்புறம் நான் கொடுத்துருக்கவங்கள்ட்ட நல்ல ரிசல்ட் தான் வருது சார். எந்த யாருமே அதை பற்றி எதுவுமே சொல்லலை. எல்லாம் நல்லா நல்லா இருக்குது, பரவாயில்ல அப்படின்னு தான் சொல்கிறாங்க சார். நான் இதுலேருந்து என்ன தெரிஞ்சுக்கிறேன்னா, நமக்கு வந்து நம்ம இதை வாங்கி சாப்பிட்டு ஆரோக்கியமாக இருக்கிறது இல்லாமல் மற்றவங்களுக்கும் ஒரு சேரிட்டியை போல இதை மற்றவங்களுக்கு சொல்லும்போது அது ஒரு நன்மை செய்கிற மாதிரி இருக்கு. மனசுக்கும் திருப்தியாக இருக்கு. ரொம்ப சந்தோஷம் சார். ஓகே, தேங்க்யூ சார், தேங்க்யூ. நன்றி 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 புஷ்பராணி மேடம். சரி, சரிங்க சார். நம்ம ஓக்சி பிளாட்ஃபார்ம்ல இன்னும் ஹிந்தி, மலையாளம், தமிழ் எல்லாமே கேட்க முடியல. ரொம்ப சந்தோஷம். தமிழ்நாட்டுல இருந்து நிறைய பேர் அந்த ஒரு சேரிட்டி ஒரு மைண்ட் செட் இருந்தாவே இந்த ஒரு நெட்வொர்க்ல நம்ம கண்டிப்பா முன்னேற முடியும். நம்ம கம்பெனியோட அடுத்தடுத்த ரேங்க் கண்டிப்பா நீங்க அச்சீவ் பண்ணணும். நம்மளோட ஒரு விஷன் ரைசர் ரேங்க்ல இருக்கேன் சார். ரைசர் ரேங்க். ரைசர் ரேங்க்ல இருக்கேன். அப்போ நெக்ஸ்ட் நம்ம ப்ரோக்ராம் ரிவ்யூ வரும்போது ரைடர் ரேங்க் அச்சீவ் பண்ணணும். அதுக்கான அட்வான்ஸ் வாழ்த்துக்கள். தேங்க்யூ தேங்க்யூ. ஓகே சார், தேங்க்யூ சார். நன்றி. தேங்க்யூ தேங்க்யூ தேங்க்யூ. நன்றி நன்றி. നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ഈ ഒരു 10 ദിവസത്തിന്റെ റിവ്യൂസ് അടുത്ത നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പുതിയ വ്യക്തികളെ മസ്റ്റായിട്ട് നിങ്ങളുടെ ഒപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആരാണ്? മൈക്ക് ഓൺ ചെയ്യാം. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ബഷീർ, വയനാടാണ്. ഏതാണ്ട് 6 മാസത്തിലധികമായിട്ട് ഓക്സിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ടീം യൂണിവേഴ്സിലെ ടീം ടൈക്കോൺസിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഗ്രേറ്റ് ലീഡർ സ്പോൺസർ സലീം സാറാണ്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ 10 ദിവസം നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ടോപ്പിക് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ്സ് തരുന്നുണ്ടായി. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ബിസിനസ്സിലെ കുറെ കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതുപോലെ പ്രോജക്റ്റുകൾക്ക് പുറമെ പ്രോഡക്റ്റുകളും വളരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഈ കമ്പനിയിൽ വളരെ നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും സൗണ്ടഡ് ഫ്ലോ, ഹീമിയോ പ്ലസ്, ന്യൂട്രിൻ വിറ്റ, അതുപോലെ ലിവ പിൽസ്, ഇത്രയും ഐറ്റംസ് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഫാമിലിയിലെ ആളുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെൽനസ് കാറ്റഗറിയിലെ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ഒരു വിപ്ലവം തന്നെ വരാനിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ഫൗണ്ടറായിട്ടുള്ള അർഷാദ് സാറിന് 15 വർഷമായിട്ട് പരിചയമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ കഴിവും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മയും വലിയ വിജയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം. ഓക്കെ, ഡിഡി സാർ, താങ്ക് യു. താങ്ക് യു ബഷീർ സാർ. ഗ്രേറ്റ്. സാറിന്റെ സ്പീച്ചുകളും അല്ലെ FOB ഒക്കെ ഞങ്ങൾ അടിപൊളിയായിരുന്നു. എന്തായാലും താങ്ക് യു. നമ്മൾ ഈ ഒരു ഓക്സിയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഇത് എല്ലാം നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നേടാനുള്ള ഭാഗ്യമാണ് നമ്മൾ ദൈവം നമ്മൾ തന്നിരിക്കുന്നത്. അത് എത്രത്തോളം
ഫാസ്റ്റായിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അത്രത്തോളം വിജയില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. താങ്ക് യു സർ, താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്. യെസ്, ചന്ദ്രമതി മാം, നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രമതി ആണ്. ഞാൻ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിലുള്ള ആളാണ്. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ്. ഞാൻ കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് ഓക്സി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വൈദ്യരംഗത്തും ഞാൻ ഇവിടെ വരുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് വെരിക്കോസിന് കൊടുത്തപ്പോൾ നമ്മുടെ സൗണ്ട് ഫ്ലോ കൊടുത്തപ്പോൾ നല്ല മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അലർജി കാര്യങ്ങൾക്കും മറ്റേ ഷുഗറിന്റെ അതുപോലെ കാലിന് വ്രണമായിട്ടുണ്ടായില്ല ഒരാൾക്ക് കൊടുത്തപ്പോൾ പെട്ടെന്ന് ആ വ്രണം ഉണങ്ങിയതായിട്ടും അനുഭവത്തിലുണ്ട്. എന്തുതന്നെയായാലും ആൾക്കാര് വില ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിലയൊന്നും ഒരു വലിയ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുന്ന ഇതാണ്. ഇനിയും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു ചന്ദ്രമതി മാം, താങ്ക് യു. ഈ പ്രൊഡക്റ്റിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കി അല്ലെ, ഒരു ആയുർവേദ ഒരു ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇന്നലെ ഞാന് നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അലോപ്പതി മരുന്നുകള് നിർത്തലാക്കുന്നതായിട്ടുള്ള പ്രഷറും ഷുഗറിനെല്ലാം കഴിക്കുന്ന ഗുളികകള് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിർത്തലാക്കുന്നതായിട്ടെല്ലാം പത്രങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ഈ പ്രൊഡക്റ്റ് കഴിച്ച് ഇംഗ്ലീഷ് മരുന്നിന്റെ ഉപയോഗം പൂർണ്ണമായി നിർത്താനുള്ള അവബോധം എല്ലാ ജനങ്ങൾക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ചന്ദ്രമതി മാം. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങളൊക്കെ. ഈ ഒരു കൃത്യമായിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ വെച്ചാൽ ഒരുപാട് വ്യക്തികൾ ഇപ്പോഴും നമ്മൾ മേടിക്കുന്നത്, അതായത് ഒരിക്കലും നമ്മൾ ഓക്സി പറയണത് പ്രൊഡക്റ്റുകൾ മേടിച്ച് അത് കൊണ്ടു നടന്ന് വിൽക്കാൻ നമ്മൾ ഇവിടെ ആരോടും പറയാറില്ല അല്ലെ. നമ്മൾ മേടിച്ച് നമ്മൾ ആദ്യം യൂസ് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പുതിയ വ്യക്തികളെ കൊണ്ട് മേടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കടമ. അപ്പോ നമ്മൾ എപ്പോഴും ആ ഒരു ഫോക്കസിംഗിൽ ചെയ്താൽ, നിങ്ങൾ ഒരു 1,00,000 പേരെയോ 1,000 പേരെയോ 5,000 പേരെയോ നിങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കസ്റ്റമേഴ്സിനല്ല, അവർ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഫ്രീ റെഡീം കൂപ്പണൊക്കെ മേടിച്ചുകൊണ്ട് ഒരു 100 RP വരുമ്പോൾ 1,00,000 രൂപ അവർക്ക് റെഡീം കൂപ്പണും കൊടുക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം പ്രൊഡക്റ്റും കൊടുക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം ഏണിങ്സും കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് എല്ലാം കൂടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ന് ലോകത്ത് ഒരു മഹത്വം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഓക്സിജനോണ് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റൂ അല്ലെ. അപ്പോ അതിനെ ആരാണോ അത്രയും ഫാസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും അടുത്തടുത്ത റാങ്കുകൾ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർ ആണെങ്കിൽ നിങ്ങൾ റൈസറും റൈഡറും അല്ലെ, അതിനെയൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് മാത്രം നമ്മൾ ചെറിയ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ ആ അടി കൃത്യമായിട്ട് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഭംഗിയായിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് നടക്കും. ഓൾറെഡി നമുക്കൊരു 7 മണിക്ക് നമ്മുടെ കമ്പനിയുടെ ടോപ്പ് ലെവൽ ലീഡേഴ്സിനായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ ഇനി ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സംസാരിക്കുക പ്ലീസ്. വർക്ക് ചെയ്യണത് ഞാൻ ഡ്രീമർ റാങ്ക് അച്ചീവറാണ്. പിന്നെ ഞാനിതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നു സാറേ. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ലവണ്ണം കാലുവേദന ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ കാലുവേദന എനിക്ക് പിന്നെ ഓർത്തോ ക്യാപ്പ്, കരിഞ്ജീരകം, ന്യൂട്രിബിറ്റ, സൗണ്ട് ഫ്ലോ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കാലുമുട്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് നമ്മുടെ ഈ പ്രൊഡക്റ്റുകളിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ശ്വാസമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിന് റിവട്ലൈസർ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല മാറ്റമുണ്ട്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനോട് എത്ര നന്ദി പറഞ്ഞാലും അർഷാദ് സാറിനോടും അതുപോലെ തന്നെ സൂരി സാറിനോടും വിജയലക്ഷ്മി മാഡത്തോടും എത്ര ഇതിന് നന്ദി പറഞ്ഞാലും തീരില്ല. ലക്ഷങ്ങൾ മുടക്കേണ്ട ഒരു അസുഖങ്ങൾ എനിക്ക് ഈ ഒരു 10,000 രൂപ കൊണ്ട് എനിക്ക് മാറ്റം കിട്ടിയതിന് വളരെയധികം നന്ദി സാറേ.
ജയ്ട്രൂ താങ്ക് യു ഓക്സിനോ. താങ്ക് യു മാം. ആ ഒരു സംസാരത്തിന്റെ ആ ഒരു സത്യമുള്ള ആ ഒരു സംസാരം കേൾക്കുമ്പോഴേ അതിന്റെ ഒരു സന്തോഷം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ട് അതിലിருந்து ഒരു റിലീഫ്നെസ് കിട്ടി എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല അല്ലെ? താങ്ക് യു മാം. ഇതെന്താ കുറെ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടും, അത് യൂസ് ചെയ്യും, പക്ഷെ അത് പറയാനായിട്ട് മടി കാണിക്കുന്നവരുണ്ട്. അത് നമ്മൾ ഈ വേദികളിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറെ മാറ്റങ്ങൾ വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ട് ഉള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. പുതിയതായിട്ട് കടന്നു വന്നവർക്കൊക്കെ ഇത് കഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ഒരു ഫീലിങ്സ്, ഒരു പേടിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ മാറ്റിയെടുക്കാൻ പറ്റിയ ഈ ഒരു വാക്കുകൾ അവർക്ക് എന്തായാലും അത് പ്രയോജനകരമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ സൂരി സാറിനെ ഞാൻ വെൽക്കം ചെയ്തു. സാർ പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു സാർ. കുറെ ആളുകൾ റിവ്യൂസ് പറഞ്ഞു. ഈ കഴിഞ്ഞ 10 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മുടെ കമ്പനിയിൽ സ്റ്റാർ മുതൽ ഡ്രീമർ വരെയുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ സ്പാർട്ടണും മേലോട്ടുള്ള ഒരുപാട് റാങ്കുകൾ അച്ചീവ് ചെയ്ത ആളുകളുണ്ട്. ഇവിടെ നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നത് വലിയ ഒരു നിധിയാണ്. സത്യത്തിൽ പലരും അത് മനസ്സിലാക്കുന്നില്ല. 10 ദിവസം ലീഡേഴ്സിന്റെ നല്ല ക്ലാസ്സുകൾ കഴിഞ്ഞ് കിട്ടുന്ന ഒരു ദിവസം, അത് 1.25 മണിക്കൂർ കിട്ടുമ്പോൾ അത് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിധിയാണ് ഓക്സി. അത് നമ്മുടെ ഓരോരുത്തരുടെയും സംസാരത്തിൽ നിന്ന്, ഓരോരുത്തർ സംസാരിക്കുമ്പോഴും മനസ്സിലാവുന്നത് പലർക്കും ലൈഫ് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ള രൂപത്തിലാണ്. നഷ്ടപ്പെട്ടു പോയ പലതും, ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന്, ഇനി ഒന്നും നേടാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് തിരിച്ചു കിട്ടിയ വലിയ ഒരു പ്രതീതിയാണ് ഓരോരുത്തരുടെ സംസാരത്തിൽ നിന്ന് കിട്ടുന്നത്. ഇത് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് 10 ദിവസത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഈ റിവ്യൂയുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം. ഇത് ഇനി കഴിയാൻ പോവുകയാണ്, ഇനി അധികം ദിവസങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മളൊന്ന് സ്വയം വിലയിരുത്തുക. നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനം എന്താണ്, ഈ പ്രോജക്റ്റ് എന്താണ്, ഈ പ്രോഡക്റ്റ് എന്താണ്, എന്താണ് നമ്മുടെ കമ്പനി എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വയം വിലയിരുത്തുക. എന്റെ ലൈഫിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന, ആരോഗ്യവും സമ്പത്തും നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കയ്യിൽ കിട്ടിയത് എന്ന് ഒന്ന് സ്വന്തമായിട്ട്, മറ്റൊരാൾ പറഞ്ഞിട്ട്, നമ്മൾ ലീഡർമാർ പറഞ്ഞതിന്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങി 4 ആളുകളെ കണ്ട് സംസാരിച്ച് അതിനൊന്നും ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയതിനൊന്ന് വിലയിരുത്താനുള്ള ഒരു സമയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരും ഓക്സിയിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ആളുകളും, ഇപ്പൊ ഈ ഓൺലൈനിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സാധനം, ഇതിന്റെ വാല്യൂ എന്താണ്, ഇതിന്റെ പ്രോഡക്റ്റിന്റെ വാല്യൂ എന്താണ്, പ്രോജക്റ്റിന്റെ വാല്യൂ എന്താണ്, കമ്പനിയുടെ മാനേജ്മെന്റിന്റെ വാല്യൂ എന്താണ്, ഇതെല്ലാം നമ്മളൊന്ന് വിലയിരുത്തിയിട്ട് പഠിക്കാനുള്ള ഒരു ശ്രമം. 2-ാമത്തെ പോയിന്റ് വേറെ ഒന്നുമല്ല, നമ്മൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ പലരും, ഞാൻ അടക്കമുള്ള ആളുകൾ വേണമെങ്കിൽ പറയാം, ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് പ്രൊഡക്റ്റിന് വില കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ഇല്ലായ്മയും അല്ലെങ്കിൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനത്തിന്റെ വാല്യൂ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുക. ഇതിനൊരു മാറ്റം വരുത്തണം. നമ്മൾ ഒഴിവ് കഴിവുകൾ പറയാതെ, മുമ്പ് ഹർഷ സാർ പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു ദിവസം ഓക്സിയെ കുറിച്ച് 4 ആളുകളോട് പറയാനുള്ളൊരു ശ്രമം നടത്തുക. 3-ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ക്ഷമ. ചിലപ്പോൾ ഉപയോഗിച്ച അന്ന് തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആളുകൾ അതേ സമയത്ത് തന്നെ നമ്മുടെ കൂടെ മെമ്പർഷിപ്പ് എടുത്ത് വരണമെന്നില്ല. ചിലപ്പോൾ അവർ നെഗറ്റീവ് പറഞ്ഞേക്കാം, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞേക്കാം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പിന്മാറാതെ ക്ഷമയോടുകൂടി അടുത്ത ആളുകളോട് പറയാൻ. ഇപ്പൊ 10 പേരോട് നമ്മൾ പറഞ്ഞാൽ ഈ 10 പേരും ഇതിന് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിൽ കരുതേണ്ടത്, ഈ 10 പേർക്കും ഈ നല്ല ദൈവ അനുഗ്രഹമായി നമുക്ക് നൽകിയ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള ഭാഗ്യം ആ 10 പേർക്ക് ഉണ്ടായിട്ടില്ല. 11-ാമത്തെ ഒരു വ്യക്തി എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന മൈൻഡിലൂടെ അടുത്ത വ്യക്തിയോട് പറയാനുള്ള ശ്രമം നടത്തുക. ക്ഷമയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ ആളുകൾ നെഗറ്റീവായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, 2-ാമത്തെ ആളെ കാണുന്നു, വീണ്ടും 3-ാമത്തെ ആൾ, അങ്ങനെ ക്ഷമയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഓക്സി നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് മാക്സിമം കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. 2 വാക്ക് സംസാരിക്കാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം, ഒരു മടിയും വിചാരിക്കണം. ഇത് നമ്മളൊരു ഫാമിലിയാണ്.
ഓക്സി ഫാമിലിയാണ്. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ കളിയാക്കുകയോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മൈക്കൊന്ന് ഓൺ ചെയ്തുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്തുള്ള ആളാണ്, ഇന്ന ടീമിലുള്ള ആളാണ്, ഞാൻ ഇന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചു, എനിക്ക് ഗുണം കിട്ടി. ഇനി പ്രോഡക്റ്റ് ഉപയോഗിച്ചില്ല, ഗുണം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താൻ. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ കേരളത്തിന്റെ ഓരോ തെരുവീതികളിലും, അതല്ല ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഓക്സിയുടെ ബോർഡുകളും ഓക്സിയുടെ ലോഗോയുള്ള എല്ലാ ബോർഡുകളും പല ഭാഗങ്ങളിൽ കാണുമ്പോൾ ഞാൻ അതിന്റെ മെമ്പറാണ് എന്ന് നമുക്ക് ധൈര്യസമേതം അഭിമാനത്തോടെ പറയാൻ സാധിക്കണം. അപ്പൊ അതിന് നമ്മൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങണം. 2 വാക്ക് അവസരം കിട്ടുമ്പോൾ പറഞ്ഞു തുടങ്ങാം. അപ്പൊ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക, മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമം നടത്തുക. കമ്പനി അടുത്ത മാസം മുതൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന വലിയൊരു അവസരം കാണാൻ പോവുകയാണ്. അടുത്ത മാസം മുതൽ MBA കഴിഞ്ഞ ആളുകളെ വെച്ചുകൊണ്ട് പല ഭാഗങ്ങളിലും ഓരോ പിൻകോഡുകളിലും ആളുകളിലേക്ക് ഇറങ്ങിയിരിക്കുകയും അതുപോലെ തന്നെ ഷോപ്പ് ടൈപ്പ് നടത്താൻ പോവുകയാണ്. അതിന്റെ മുമ്പ് ആ പരിസരത്തിലുള്ള 500 പേരെ അല്ലെങ്കിൽ 100 പേരെയെങ്കിലും നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. ഒരു ദിവസം പോലും പാഴാക്കാതെ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുക. ഓക്സി എന്ന് പറയുന്ന ഈ ഒരു വലിയ വൻ പ്രസ്ഥാനം, ഒരു നന്മ നിറഞ്ഞ പ്രസ്ഥാനം, ഹെൽത്തും വെൽത്തും ഒരുപോലെ നേടിയെടുക്കാൻ പറ്റുന്ന പ്രസ്ഥാനം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം ലൈഫ് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ആയിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് 7 മണിക്ക് മറ്റൊരു പ്രോഗ്രാം ലീഡേഴ്സിനുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. ഇത് അവസരം ഒരിക്കലും നമ്മുടെ കയ്യിലേക്ക് നമ്മളെ തേടി വന്നുകൊള്ളണം എന്നില്ല. കിട്ടിയ അവസരത്തെ പുറങ്കാല് കൊണ്ട് തട്ടിക്കളയാതെ 2 കൈകളും നീട്ടി സ്വീകരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. ഓക്സിയിലൂടെ ഏറ്റവും നന്നായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യവും സമ്പത്തുമുള്ള ഒരു വലിയൊരു സമൂഹമായി മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സൂരി സാർ. ചെറിയ സമയമാണെങ്കിലും സാറിന്റെ ആ പവർഫുൾ വാക്കുകൾക്ക് കേൾക്കാൻ സാധിച്ചത് ഭാഗ്യം തന്നെയാണ്. താങ്ക് യു സാർ. അപ്പോ പറഞ്ഞതുപോലെ തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ നാളെ മുതൽ നെക്സ്റ്റ് ഒരു 10 ഡേയ്സിനുള്ള വ്യൂസ് ആണ്. അപ്പോൾ ഒരു പുതിയ ഗസ്റ്റിനെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഒപ്പം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഈ 5:35 തന്നെ കൃത്യമായിട്ട് അവരൊന്ന് കയറാനായിട്ട് പറയുക. സാർ ആ മെഡിറ്റേഷന് ശേഷം ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു വിജയം ഇരിക്കുന്നത്. അതിന്റെ മുമ്പ് തന്നെ അവരെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു 10 ദിവസം നിങ്ങൾ അവരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താൽ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ഒരു 90 ഡേയ്സിലേക്ക് അവർ ഫോക്കസ് ചെയ്തോളും. നിങ്ങളുടെ റാങ്ക് മറിയേണ്ട ഒപ്പം എന്താണ് അവർക്കും ഒരു ഏണിങ്സ് മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഫ്ലൈറ്റ് ട്രിപ്പ് അച്ചീവ്മെന്റിനെ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ FOB ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഈ കമ്പനിയിൽ പറയുന്ന ഓരോരോ കാര്യങ്ങളും നമ്മളെ കൊണ്ട് 100% ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ അതിന്റെ വിജയങ്ങൾ 100% നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ആ ഒരു നെക്സ്റ്റ് റിവ്യൂ പറയുമ്പോൾ ആ ഒരു പുതിയ വ്യക്തികളുടെ എക്സ്പീരിയൻസ്, അതായത് ഈ സംസാരിക്കുന്ന വ്യക്തിത്വം എന്റെ ടീമിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ റിവ്യൂസ് പറയണതെന്നുള്ള ആ ഒരു മാനസിക സന്തോഷത്തിലേക്ക് നിങ്ങൾ ആകണമെങ്കിൽ നാളെ ആ ഒരു ഗസ്റ്റിനെ മസ്റ്റായിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം. അങ്ങനെ എല്ലാവർക്കും അത് സാധിക്കട്ടെ. എല്ലാവർക്കും അച്ചീവ്മെന്റുകളും എത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ കമ്പനിയിൽ ഒരു വലിയ ലീഡർഷിപ്പ് ക്രിയേഷനിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരിക്കൽ കൂടി ആൾ അച്ചീവേഴ്സ് എല്ലാവർക്കും ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. ജയ് ഓക്സി.